ഒരു സ്ത്രീ വഞ്ചിക്കുന്നതിനു മുൻപ് വിശ്വാസവഞ്ചനയ്ക്ക് വളരെ മുൻപ് തന്നെ സൂക്ഷ്മമായ സൂചനകൾ അവശേഷിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? മിക്ക പുരുഷന്മാരും വളരെ അന്ധരോ വളരെയധികം പ്രണയത്തിലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര പ്രതീക്ഷയുള്ളവരോ ആണ് എന്നതാണ് പ്രശ്നം. എന്നാൽ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? സ്ത്രീ മനഃശാസ്ത്രത്താൽ നയിക്കപ്പെടുന്നതും ഭ്രാന്തമായ ജ്ഞാനത്തിൽ അടിയുറച്ചതുമായ ഒരു അസ്വസ്ഥമായ സത്യത്തിലേക്ക് സ്വാഗതം. ജാഗ്രത പാലിക്കുക, കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളെ വൈകാരിക നാശത്തിൽ നിന്ന് രക്ഷിക്കും. എന്റെ സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചേക്കാം. നിങ്ങൾ തിരിച്ചറിയാതെ തന്നെ ഈ കഥയിൽ അവൾ ഒരു പങ്കുവഹിക്കുന്നുണ്ടാകാം. ആദ്യത്തേതും ഏറ്റവും സാധാരണമായ അടയാളം വൈകാരിക അകലമാണ്. ഭ്രാന്തമായ ചിന്തയിൽ വേർപിരിയൽ ഒരു ശക്തിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു ബന്ധത്തിൽ പെട്ടെന്നുള്ള വൈകാരിക വേർപിരിയെ ഒരു പുണ്യമല്ല, അതൊരു മുന്നറിയിപ്പാണ്. വഞ്ചിക്കാൻ തുടങ്ങുന്ന ഒരു സ്ത്രീ ഒറ്റ രാത്രി കൊണ്ട് വൈകാരികമായി അപ്രത്യക്ഷമാകുന്നില്ല. അത് പതുക്കെ സംഭവിക്കുന്നു, മിക്കവാറും അദൃശ്യമായി. ആദ്യം ഊഷ്മളവും വാത്സല്യപൂർണവുമായ വാചകങ്ങൾ മങ്ങാൻ തുടങ്ങുന്നു. നീണ്ടതും ആകർഷകവുമായ സംഭാഷണങ്ങൾ ഹ്രസ്വവും റോബോട്ടിക് മറുപടികളായി മാറുന്നു. ചെറിയ ആംഗ്യങ്ങൾ, നിങ്ങളെ പരിശോധിക്കൽ, അഭിനന്ദിക്കൽ, നിങ്ങളുടെ തമാശകൾ കേട്ട് ചിരിക്കൽ എന്നിവ ഓരോന്നായി അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നിങ്ങൾ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങില്ല. നിങ്ങളുമായി കണ്ണു തുറക്കുന്നതിനു പകരം അവൾ അവരെ ഒഴിവാക്കുന്നു. അവൾ ശാരീരികമായി സന്നിഹിതയാണ്, പക്ഷെ സ്വന്തം ബന്ധത്തെ വേട്ടയാടുന്നൊരു പ്രേതത്തെപ്പോലെ വൈകാരികമായി അപ്രത്യക്ഷയായി. സ്ത്രീകൾ സ്വാഭാവികമായും വൈകാരിക ജീവികളാണ്. അവൾ വഞ്ചിക്കുകയാണെങ്കിൽ അവളുടെ ഹൃദയം, അവളുടെ ശരീരം എപ്പോഴെങ്കിലും പോകുന്നതിനു മുമ്പ് തന്നെ വിട്ടുപോയിരിക്കാൻ സാധ്യതയുണ്ട്. വൈകാരിക വൈരുദ്ധ്യത്തെ നേരിടുന്നത് വളരെ വേദനാജനകമാകുമെന്നതിനാൽ അവളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനുള്ളൊരു മാർഗമായി അവൾ വൈകാരിക അകലം സൃഷ്ടിക്കുന്നു. അവൾ ക്ഷീണിതയാണെന്നോ പിന്നോക്കാവസ്ഥയിലാണെന്നോ അല്ല, കുറ്റബോധം നിറഞ്ഞ യഥാർത്ഥ വേർപിരിയൽ. മനഃശാസ്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് ആരെങ്കിലും വൈകാരികമായി പിൻവാങ്ങുമ്പോൾ അവർ ഇതിനകം മറ്റെവിടെയെങ്കിലും വൈകാരികമായി നിക്ഷേപിക്കുന്നതുകൊണ്ടാണ്. അവരുടെ വൈകാരിക ആവശ്യങ്ങൾ മറ്റൊരാൾ നിറവേറ്റുമ്പോൾ യഥാർത്ഥ പങ്കാളി ഒരു ബന്ധത്തേക്കാൾ ഒരു ഭാരമായി തോന്നാൻ തുടങ്ങുന്നു. എന്നാൽ വൈകാരിക പിൻവലിക്കൽ മുഖംമൂടിയിലെ ആദ്യത്തെ വിള്ളൽ മാത്രമാണ്. അവരുടെ സമയം പെട്ടെന്നൊരു നിഗൂഢതയായി മാറുമ്പോഴാണ് അടുത്ത അടയാളം വരുന്നത്. ആളുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന സത്യം സമയം എപ്പോഴും പറയുന്നു. പെട്ടെന്ന് അവളുടെ ഷെഡ്യൂൾ ഒഴുകുരുവികളാൽ നിറഞ്ഞിരിക്കുന്നു. അവൾക്ക് വൈകിയുള്ള മീറ്റിംഗുകൾ, പുതിയ പെൺകുട്ടികളുടെ രാത്രികൾ, മുമ്പത്തേക്കാൾ മണിക്കൂറുകൾ എടുക്കുന്നതായി തോന്നുന്ന കാര്യങ്ങൾ എന്നിവയുണ്ട്. നിങ്ങൾ അവളോട് അവരുടെ ദിവസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരങ്ങൾ അവ്യക്തമാകും. കുഴപ്പമില്ല, രസകരമായി ഒന്നുമില്ല, അല്ലെങ്കിൽ തിരക്കിലാണ് എന്നിങ്ങനെയായിരിക്കും തോന്നുക. പാറ്റേൺ മാറുന്നു, പക്ഷെ കഥ മങ്ങിയതും അവ്യക്തവുമായി തുടരുന്നു. വഞ്ചിക്കുന്ന ആളുകൾ പലപ്പോഴും നേരിട്ട് കള്ളം പറയാറില്ലെന്നാണ് പെരുമാറ്റ മനഃശാസ്ത്രം കാണിക്കുന്നത്. പകരം അവർ സമയവും സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുന്നു. എനിക്ക് സമയത്തിൻ്റെ ട്രാക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ഫോൺ മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്ഥലം ആവശ്യമായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. ഒരു ഭ്രാന്തൻ പരിഭ്രാന്തിയോ കുറ്റപ്പെടുത്തലോ ഇല്ലാതെ കാണുന്നു. എപ്പിക്ടിക്ടസ് ഒരിക്കൽ പറഞ്ഞതുപോലെ, വസ്തുതകളല്ല, ഇംപ്രഷനുകൾ പ്രത്യക്ഷപ്പെടുന്നു, പക്ഷേ അവ പലപ്പോഴും താഴെയുള്ള സത്യം വെളിപ്പെടുത്തുന്നു. അവൾ 3 മണിക്കൂർ ടാർഗറ്റിൽ പൂരി ഒരു ഷോപ്പിംഗ് ബാഗും ഇല്ലാതെ തിരിച്ചെത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ അവൾ ഷാമ്പു എടുക്കുന്നതിനിടയിൽ മുഴുവൻ റോമൻ സൈന്യത്തോടും പോരാടിയിരിക്കാം. സംശയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സാധാരണ വിശദീകരണങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന വിശ്വസനീയമായ കഥകൾ വഞ്ചകർ പലപ്പോഴും നിർമ്മിക്കാറുണ്ട്. എന്നാൽ താമസിയാതെ സ്വകാര്യതയോടുള്ള അവളുടെ ആസക്തി പൂർണ്ണമായൊരു ഭ്രാന്തായി മാറും. ഒരു കാലത്ത് അവളുടെ ഫോൺ വെറുമൊരു ഫോൺ മാത്രമായിരുന്നു. ഇപ്പോഴത് ലോക്ക് ചെയ്തിരിക്കുന്നു, നിശബ്ദമാക്കിയിരിക്കുന്നു, ഒരിക്കലും അവളുടെ വശത്തുനിന്ന് പോകില്ല. അവളത് സോഫയിൽ വെക്കാറുണ്ടായിരുന്നു. ഇപ്പോഴത് അവളുടെ കയ്യിൽ ഒട്ടിച്ചിരിക്കുന്നു, സ്ക്രീൻ മുഖം താഴ്ത്തി വെച്ചിരിക്കുന്നു. അവൾ രഹസ്യമായി പെരുമാറുന്നു, നിങ്ങളെ കാണാൻ അനുവദിക്കാത്ത സന്ദേശങ്ങൾ കണ്ട് പുഞ്ചിരിക്കുന്നു. അവരുടെ ഫോൺ തൊടാൻ ശ്രമിക്കുക, നിങ്ങളൊരു അലാറം പ്രവർത്തിക്കുന്നതുപോലെ അവൾ പ്രതികരിക്കുന്നു. സ്ത്രീ മനഃശാസ്ത്രത്തിൽ രഹസ്യം പലപ്പോഴും വൈകാരിക സ്ഥാനചലനത്തെ സൂചിപ്പിക്കുന്നു. അതായത് അവരുടെ ശ്രദ്ധയും വികാരങ്ങളും മറ്റെവിടെയെങ്കിലും വഴിതിരിച്ചുവിടപ്പെടുന്നു. അവൾ ഇതുവരെ ശാരീരികമായി വഞ്ചിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ അവൾ വൈകാരികമായി ഒരു പുതിയ ബന്ധം വളർത്തുകയാണ്. വൈകാരിക വഞ്ചന പലപ്പോഴും ശാരീരിക വഞ്ചനയിലേക്കുള്ള കവാടമാണ്, കാരണം അത് ആഴത്തിലുള്ള തലത്തിൽ അടുപ്പം വളർത്തുന്നു. നിങ്ങൾ അവളുടെ ഫോൺ കടം വാങ്ങാൻ ശ്രമിക്കുന്നു, അവൾ പെട്ടെന്ന് പ്രതിരോധത്തിലാകുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളതുകൊണ്ടാണ്. ഒരു ഭ്രാന്തനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പരിഹാരം പരിഭ്രാന്തരാവുകയോ മറഞ്ഞിരിക്കുന്നതിനെ പിന്തുടരുകയോ ചെയ്യരുത്. നിരീക്ഷണം വ്യക്തത കൊണ്ടുവരും. എന്നാൽ ഒളിച്ചിരിക്കൽ അവളുടെ മനസാക്ഷിക്ക് വളരെ ഭാരമായി മാറുമ്പോൾ
അവൾ യാഥാർത്ഥ്യത്തെ തന്നെ തിരുത്തിയെഴുതാൻ തുടങ്ങുന്നു. ഇത് അടുത്ത അടയാളമായ ഗ്യാസ് ലൈറ്റിംഗിലേക്കും മാനസിക വിപരീതത്തിലേക്കും നയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സത്യത്തെ സംശയിക്കുന്നതാക്കുന്ന കലയാണ് ഗ്യാസ് ലൈറ്റിംഗ്. പെട്ടെന്ന് അവൾ അനാവശ്യമായ വാദങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അകലെയാണെന്നും അരക്ഷിതനാണെന്നും നിയന്ത്രിക്കുന്നുണ്ടെന്നും അവൾ ആരോപിക്കുന്നു. അങ്ങനെ തോന്നാൻ എല്ലാ കാരണങ്ങളും അവൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അത് പ്രൊജക്ഷനാണ്. അവൾ അവരുടെ കുറ്റബോധം നിങ്ങളിലേക്ക് എറിയുന്നു. അതിനാൽ അവൾക്കത് നേരിടേണ്ടി വരില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓർമ്മ, വികാരങ്ങൾ, സഹജഭാവതവും എന്നിവ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഗ്യാസ് ലൈറ്റിംഗിന്റെ യഥാർത്ഥ അപകടം അതാണ്. കാലക്രമേണ നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് നിർത്തുന്നു. അപ്പോഴാണ് വിശ്വാസവഞ്ചന നിങ്ങളെ 2 തവണ നശിപ്പിക്കുന്നത്. ഒരിക്കൽ അവളുടെ പ്രവർത്തികളിലൂടെയും വീണ്ടും വീണ്ടും നിങ്ങളുടെ നിഷേധത്തിലൂടെയും. രാത്രി വൈകി ഒരു സഹപ്രവർത്തകന് അവൾ സന്ദേശമയക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. എന്നിട്ടും എങ്ങനെയോ അവൾ നിങ്ങളെ സംശയിച്ചതിന് ക്ഷമാപണം നടത്താൻ പ്രേരിപ്പിക്കുന്നു. അതൊരു മാനസിക കെണിയാണ്. അനന്തരഫലങ്ങളില്ലാതെ അവളുടെ ഇരട്ട ജീവിതം തുടരാൻ അവൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. കുറ്റബോധം അസഹനീയമാകുമ്പോൾ അവൾ കുറ്റസമ്മതം നടത്തുന്നില്ല. അവൾ അമിതമായി നഷ്ടപരിഹാരം നൽകുന്നു. അസാധാരണമായ ദയയും പെട്ടെന്നുള്ള വാത്സല്യവും പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. പെട്ടെന്ന് അവൾ അമിതമായി മധുരമുള്ളവളും കൂടുതൽ ശ്രദ്ധയുള്ളവളും കൂടുതൽ പ്രണയിനിയുമാണ്. അവൾ സമ്മാനങ്ങൾ വാങ്ങുന്നു, സ്നേഹസന്ദേശങ്ങൾ അയക്കുന്നു, സർപ്രൈസ് ഡേറ്റുകൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ എന്തോ ഒരു തോന്നൽ. അത് പ്രണയമല്ല, സ്നേഹത്തിന്റെ വേഷം ധരിച്ച കുറ്റബോധമാണ്. കുറ്റബോധ മനഃശാസ്ത്രമനുസരിച്ച് അവരുടെ പ്രവൃത്തികൾ അവരുടെ സ്വയം പ്രതിച്ഛിതയുമായി പൊരുത്തപ്പെടുമ്പോൾ ആളുകൾ അമിതമായി തിരുത്തുന്നു. ഒരു സ്ത്രീ സ്വയം പറയുന്നു, ഞാൻ അധിക ദയയുള്ളവളാണെങ്കിൽ എനിക്കൊരു മോശം വ്യക്തിയാകാൻ കഴിയില്ല എന്ന്. അതിനാൽ അവളുടെ മനസാക്ഷിയെ നിശബ്ദമാക്കാൻ അവൾ നിങ്ങളുടെ ശ്രദ്ധ നിറയ്ക്കുന്നു. ഈ മിഥ്യാധാരണയിൽ വഞ്ചിതരാകരുത്. മാർക്കസ് ഓറേലിയസ് പറഞ്ഞതുപോലെ, സത്യത്തോടു കൂടുതൽ അടുക്കുന്നവൻ ആനന്ദത്തിന്റെ മൂടൽമഞ്ഞിലൂടെ അവർ കൂടുതൽ വ്യക്തമായി കാണുന്നു. അവൾ ഒറ്റരാത്രി കൊണ്ട് തണുത്തവളും അകന്നവളുമായ വ്യക്തിയിൽ നിന്ന് ഊഷ്മളവും വാത്സല്യമുള്ളവളുമായി മാറിയാൽ അത് പരിവർത്തനമല്ല, പ്രതികാരമാണ്. എന്നാൽ അവസാനത്തെ അടയാളം എല്ലാം തകർക്കുന്ന ഒന്നാണ്. അവൾ ആദ്യം അത് അവസാനിപ്പിക്കുമ്പോഴോ നിങ്ങളെ നിർബന്ധിക്കുമ്പോഴോ. ഈ ഘട്ടത്തിൽ അവൾ അതിനു മുന്നേ തന്നെ അവളുടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അവൾ അനാവശ്യമായ വഴക്കുകൾ തിരഞ്ഞെടുത്തേക്കാം, നാടകീയത സൃഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ ബന്ധത്തിലെ എല്ലാ തെറ്റുകൾക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. ഒടുവിൽ അവൾ പറയും, നമുക്കൊരിടവേളയെടുക്കാം. ഇതാശയക്കുഴപ്പമല്ല, ഇതൊരു എക്സിറ്റ് തന്ത്രമാണ്. അവൾക്ക് പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വില്ലനാകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവൾ നിങ്ങളെ അവൾക്ക് വേണ്ടി അത് അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ഒടുവിൽ ഉപേക്ഷിക്കുമ്പോൾ അവൾ ഇരയായി അഭിനയിക്കുന്നു. അതൊരു മാനസിക പ്രതിരോധ സംവിധാനമാണ്. വേർപിരിയൽ സൃഷ്ടിക്കുക, തുടർന്ന് കുറ്റം മാറ്റുക. ഇത് സംഭവിക്കുമ്പോൾ യാചിക്കുകയോ വിലപേശുകയോ ചെയ്യരുത്. പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഇതിനകം തന്നെ വൈകാരികമായി വിട്ടുപോയി. ഉറച്ച പാത ഉയരത്തിൽ നിൽക്കുക, സത്യം സ്വീകരിക്കുക, കൃപയോടെ പോകുക എന്നതാണ്. നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ വേദനയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ. ഒരു നിഗൂഢമായ വാരാന്ത്യത്തിനു ശേഷം അവൾ ഇടം ചോദിച്ചാൽ അതിനെ യാദൃച്ഛികതയെന്ന് വിളിക്കരുത്. അത്തരം യാദൃച്ഛികതകൾ യഥാർത്ഥ ജീവിതത്തിലല്ല, യക്ഷിക്കഥകളിലാണ്. ഇപ്പോൾ മിക്ക പുരുഷന്മാരും ഈ അടയാളങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം 3 സത്യങ്ങളിലാണ്. ഒന്നാമതായി, സ്നേഹം യുക്തിയെ അന്ധമാക്കുന്നു. ഒരു പുരുഷൻ ആഴത്തിൽ കരുതുമ്പോൾ അവൻ എല്ലാ ചുവന്ന പതാകകളെയും പ്രതീക്ഷയിലൂടെ ഫിൽട്ടർ ചെയ്യുന്നു. രണ്ടാമതായി, സമൂഹം പുരുഷന്മാരെ സംശയം അടിച്ചമർത്താൻ പഠിപ്പിക്കുകയും അവബോധത്തെ അരക്ഷിതാവസ്ഥയുമായി തുലനം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമതായി, വഞ്ചിക്കാർ അപൂർവമായ വില്ലന്മാരായി കാണപ്പെടുന്നു. അവർ പുഞ്ചിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നവർ പറയുന്നു. അവർ നിന്നെ ചുംബിക്കുന്നു. സംഭവിക്കുന്നതുവരെ പുരുഷന്മാർക്ക് വൻഡിങ് അടയാളങ്ങൾ നഷ്ടമാകും. കാരണം അവർ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. സംശയത്തേക്കാൾ വിശ്വാസം നല്ലതാണ്. പക്ഷേ സ്റ്റോയിസിസം നിങ്ങളോട് അവിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. മിഥ്യാധാരണയില്ലാതെ യാഥാർത്ഥ്യത്തെ നിരീക്ഷിക്കാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സത്യസന്ധമായി സ്വയം ചോദിക്കുക, നിങ്ങൾ അവളുടെ പെരുമാറ്റം കാണുന്നുണ്ടോ, അതോ അവൾ മുമ്പാരായിരുന്നുവെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫാന്റസിയിൽ പറ്റിച്ചേരുന്നുണ്ടോ? അടയാളങ്ങൾ എപ്പോഴും അവിടെയുണ്ട്. അവബോധം ഭ്രാന്തല്ല, അത് സംരക്ഷണമാണ്. ഒരു ജ്ഞാനി ആവേശത്തോടെ പ്രതികരിക്കുന്നില്ല, അവൻ ക്ഷമയോടെ നിരീക്ഷിക്കുന്നു. ഒരു സ്റ്റോയിക് മനുഷ്യൻ മങ്ങിപ്പോകുന്നതിനെ പിന്തുടരുന്നില്ല, അവനത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഉയർന്ന മൂല്യമുള്ള ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെടാൻ യാചിക്കുന്നില്ല, അവൻ തന്റെ അന്തസ്സ് കേടുകൂടാതെ നടക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ കണ്ണുകൾ അല്പമെങ്കിലും തുറന്നെങ്കിൽ ഒരു ചെറിയ നടപടിയെടുക്കുക. സത്യം കാണാൻ കഴിയാത്ത അന്ധനായ ഒരു സഹോദരനുമായി ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക. ചിലപ്പോൾ സത്യം വേദനിക്കും, എന്നാൽ അജ്ഞത നശിപ്പിക്കും.
ഉറച്ചു നിൽക്കുക, മൂർച്ചയുള്ളതാകുക, എല്ലാറ്റിനുമുപരി സ്റ്റോയിക്കാകുക.